ഹലോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാന്റ്സ് സെയിലിനുണ്ട് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ കാണിക്കുന്ന മുല്ലയാണ് കേട്ടോ. മുല്ലേൻ്റെ 3 വെറൈറ്റീസാണുള്ളത്. ഫസ്റ്റ് വെറൈറ്റി ഇതാണ് കേട്ടോ. എപ്പോഴും പൂക്കളുണ്ടാവും, നല്ല ഭംഗിയാണ് കാണാനും. അപ്പോൾ നിത്യമുല്ല എന്നാണ് പേരെന്ന് തോന്നുന്നു. ഇനിയിപ്പോൾ അങ്ങനെ അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ പറഞ്ഞുതരാം കേട്ടോ പേരെന്താണെന്നുള്ളത്. ഇതുപോലെ നിറയെ പൂക്കളുണ്ടാവും, എപ്പോഴും തന്നെ പൂവുണ്ടാവും കേട്ടോ ഈ ഒരു മുല്ലയിൽ. ഇതിപ്പോൾ ഒരു വീടിൻ്റെ മുൻപിൽ ഗേറ്റിലായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളതാട്ടോ. ഇതവർ കട്ട് ചെയ്ത് നല്ല ഷേപ്പിൽ നിർത്തിയിട്ടുണ്ട്. നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ, എപ്പോഴും പൂവുള്ളത് കൊണ്ടൊക്കെ. അപ്പോൾ അതുപോലെ നമുക്ക് നട്ടു കൊടുക്കാം കേട്ടോ. നിലത്ത് നടുവാണ് കുറച്ചും കൂടെ നല്ലത്. പിന്നെ രണ്ടാമത്തെ വെറൈറ്റി നമ്മുടെ വയലറ്റ് ജാസ്മിനാണ്. പിന്നെ മൂന്നാമതായിട്ടുള്ളത് നമ്മുടെ അറേബ്യൻ മുല്ല എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ കട്ടമുല്ലയല്ലേ, അതാണ് കേട്ടോ അതിൻ്റെ തൈ. ഈ 3 തൈക്കും കൂടെ വരുന്ന റേറ്റ് എന്ന് പറഞ്ഞാൽ 125 രൂപയാണ് കേട്ടോ 3 കൂടെ റേറ്റ് വരുന്നത്. ഇനിയിപ്പോൾ അങ്ങോട്ട് മഴയൊക്കെ ആയതുകൊണ്ട് നല്ല രീതിയിൽ പിടിച്ച് കിട്ടും. മുല്ലയൊക്കെ നടാൻ പറ്റിയൊരു ടൈമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളവർ വാട്സാപ്പിൽ നമ്പർ കൊടുത്തിട്ട് അതിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതി. ഈ ഒരു സൈസിലുള്ള പ്ലാന്റ്സൊക്കെയാണ് കേട്ടോ നമ്മൾ തരുന്നത്. 3 പ്ലാന്റും ഈ ഒരു സൈസിലുള്ളതായിരിക്കും കേട്ടോ. പിന്നെ ഈ ഒരു ചെടി, ഇത് നമുക്ക് ബോർഡറായിട്ടൊക്കെ നട്ടു കൊടുക്കാൻ പറ്റിയ നല്ലൊരു ചെടിയാണ് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ റേറ്റ് വരുന്നത് 10 രൂപയാണ്. അപ്പോൾ നമ്മൾ 10 രൂപയായിട്ടുള്ള ചെടികൾ കുറച്ച് കാണിക്കുന്നത്. പിന്നെ ഒരു സ്പൈഡർ പ്ലാന്റ്, ഇതിനും 10 രൂപയാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഈ ഒരു പ്ലാന്റൊക്കെ നമ്മൾ ഇൻഡോറും വെക്കാൻ പറ്റും കേട്ടോ. ഇൻഡോർ വെച്ചിട്ട് നമ്മൾ ഇടയ്ക്കെടുത്ത് പുറത്ത് വെച്ച് കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ഇല പഴുത്തു പോകും. പിന്നെ ഗാർഡനൊക്കെ സെറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ബോർഡറായിട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അങ്ങനെ നല്ലൊരു പ്ലാന്റാണ്. ഞാനിത് ഇൻഡോറിൽ വെച്ചിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് പറഞ്ഞത്. ഇടയ്ക്കെടുത്ത് പുറത്ത് വെക്കും കേട്ടോ. പിന്നെ അതേപോലെ ഈ ഒരു സിങ്കോണിയത്തിൻ്റെ പ്ലാന്റ്, ഇതും ഇൻഡോർ വെക്കാൻ സൂപ്പറാണ് കേട്ടോ. ഇതിപ്പോൾ ഒരു 2 മാസത്തോളമായി ഞാനിത് സെറ്റ് ചെയ്തിട്ട്. ഇതുവരെ ഈ പ്ലാന്റ് ഞാൻ മാറ്റിയിട്ടുമില്ല. ഇത് വെള്ളത്തിലാണ് കേട്ടോ നിൽക്കുന്നത്, അതുകൊണ്ട് വലിയ കാര്യമായിട്ടുള്ള വളർച്ചയൊന്നുമില്ല, പ്രത്യേകിച്ച് വളമൊന്നും കൊടുക്കുന്നില്ല. അതുകൊണ്ട് ഇത് പടർന്ന് ഭിത്തി നാശമാകും അങ്ങനെയൊന്നും പേടിക്കണ്ട കേട്ടോ. ഇൻഡോർ ഇതുപോലെയൊക്കെ സെറ്റ് ചെയ്യണമെന്ന് ആഗ്രഹമുള്ളവർ ഈ പ്ലാന്റ് വേണമെന്നുണ്ടെങ്കിൽ അതും പറഞ്ഞാൽ മതി കേട്ടോ. നമ്മുടെ കയ്യിൽ ഇതിൻ്റെ തൈകളും ഉണ്ട്. 10 രൂപയാണ് റേറ്റ് വരുന്നത് അതിനും. ഈ ഒരു പ്ലാന്റൊക്കെ ചിലപ്പോൾ എല്ലാവരുടെയും വീട്ടിലുണ്ടാവും. ഇതൊക്കെ ഇങ്ങനെ നമ്മൾ ഇൻഡോറായിട്ട് സെറ്റ് ചെയ്യുമ്പം ഈ പ്ലാന്റിന് ഒരു പ്രത്യേക ഭംഗിയാട്ടോ. നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ നല്ലൊരു കുളിർമയൊക്കെയാണ് കേട്ടോ, ഇങ്ങനെ പച്ചപ്പ് നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട്. ഇൻഡോറൊക്കെ വെക്കാൻ ഇഷ്ടമുള്ളവർ ഇങ്ങനെയൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ചെമ്പരത്തിൻ്റെ കുറച്ച് വെറൈറ്റീസ് ഉണ്ട്. കോംബോ ആയിട്ടാണ് കൊടുക്കുന്നത്. 249 രൂപയാണ് റേറ്റ് വരുന്നത്. 4 കളറ് ആണ് കേട്ടോ കൊടുക്കുന്നത്. കളർ സെലക്ഷൻ ഇല്ലാതെയാണ് കൊടുക്കുന്നത്. നിങ്ങളുടെ കയ്യിൽ ഏതെങ്കിലുമൊക്കെ കളർ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കിയിട്ട് നമ്മൾ അയച്ചു തരുന്നതാണ് കേട്ടോ. നമ്മുടെ കയ്യിൽ കുറച്ച് വെറൈറ്റീസ് അധികമുണ്ട്, പക്ഷേ കളർ സെലക്ട് ചെയ്ത് അയക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് കേട്ടോ. അതുകൊണ്ടാണ് കളർ സെലക്ഷൻ കൊടുക്കാത്ത. ഇങ്ങനത്തെ ഡബിൾ പെറ്റൽസൊക്കെ നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. ഈ ഒരു ഡബിൾ പെറ്റൽ ഇതൊക്കെ പിന്നെ നമുക്ക് ചെടി കണ്ടാൽ മനസ്സിലാവും കേട്ടോ. ഇതിൻ്റെ ഇലയും ആ ഒരു തണ്ടിൻ്റെ വ്യത്യാസമൊക്കെ കാണുമ്പോൾ പൂവില്ലെങ്കിലും നമുക്കത് വ്യത്യാസം അറിയാം. അതുകൊണ്ട് ഈ ഒരു പ്ലാന്റൊക്കെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഓർഡർ ചെയ്യട്ടെ വേണ്ടവർ. ഈ ഇതേ കളറാണ് കേട്ടോ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന അതേ സൈസുള്ള പ്ലാന്റാണ് നമ്മൾ അയച്ചു തരുന്നതും. പിന്നെ എൻ്റെ സ്ഥലം വരുന്നത് വയനാട് അമ്പലവയലിലാണ് കേട്ടോ. പിന്നെ നമ്മൾ DTDC വഴിയും അതുപോലെ തന്നെ പോസ്റ്റ് ഓഫീസ് വഴിയും പ്ലാൻസ് അയക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഈ പ്ലാൻസ് നിങ്ങൾക്ക് ഏത് കൊറിയറാണോ വേണ്ടത് അത് നിങ്ങൾ അഡ്രസ്സ് ഇടുന്നതിൻ്റെ ഒപ്പം തന്നെ പറയണം, എങ്കിലാണ് നമ്മൾ അയക്കുക. നിങ്ങൾ ഇനി ഒന്നും പറഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ ഞാൻ പോസ്റ്റ് വഴിയായിരിക്കും അയക്കുന്നത്. കാരണം നമുക്ക് പോസ്റ്റ് ആണെങ്കിൽ പ്ലാൻസ് നമ്മൾ പാക്ക് ചെയ്യുന്ന എവിടെ വെച്ചാണ് പാക്ക് ചെയ്യുന്നത് അവിടെ വന്ന് അവർ എടുത്തിട്ട് പോകുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പോസ്റ്റ് വഴി ഇപ്പോൾ കൂടുതലായിട്ട് അയക്കുന്നത്. ആദ്യം നമ്മൾ DTDC മാത്രമായിരുന്നു കേട്ടോ അയച്ചുകൊണ്ടിരുന്നത്. പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് കലാത്തിയേൻ്റെ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. അത്യാവശ്യം ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റാണ്. ഒരു പോട്ടിൽ തന്നെ 2-3 ചെടികളുള്ളതുകൊണ്ട് ഇല്ലാത്തതുകൊണ്ട്. എന്തായാലും ഈ നമ്മൾ കാണിക്കുന്ന ഈ സൈസിലുള്ള അതേ പ്ലാന്റ്സ് തന്നെയാണ് കേട്ടോ അയക്കുക. എൻ്റെ വെറൈറ്റി ഞാൻ ഒന്നാമത് നമ്മൾ കലാത്തിയൊന്നും ഇതുവരെ അങ്ങനെ സെയിൽ ചെയ്യാത്തതുകൊണ്ട് എനിക്ക് എൻ്റെ വെറൈറ്റീനെ പറ്റിയൊന്നും വലിയ അറിവില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിലേതെങ്കിലുമൊക്കെ വേണമെന്നുണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് വാട്സാപ്പിലേക്ക് മെസ്സേജ് ഇട്ടാൽ മതിയേ. റേറ്റ് വരുന്നത് 100 രൂപയാണ് കേട്ടോ. ഏതെടുത്താലും ഒരു റേറ്റ് തന്നെയാണ് വരുന്നത്. പിന്നെ ഇതൊക്കെ നമ്മൾ തന്നെ പ്രൊപ്പഗേറ്റ് ചെയ്ത് എടുക്കുന്നതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഈ ഒരു ചെടി വാങ്ങിയാൽ നിങ്ങൾക്കും ഇതുപോലെ ഇഷ്ടംപോലെ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. നമ്മൾ ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് കൂടുതലും സെയിൽ ചെയ്യുന്നത്. ഈ കലാത്തിയൊന്നും അങ്ങനെ സെയിൽ ചെയ്യില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഇപ്പോൾ കാറ്റലോഗ് നോക്കിയിട്ടൊക്കെ കുറച്ച് പേര് ഓർഡർ ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒന്ന് വീഡിയോയിൽ കാണിച്ചത്. പിന്നെ ഫേണിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട് കേട്ടോ. ഈ ഒരു വെറൈറ്റി ഉണ്ട്, അതേപോലെ ഇതിൻ്റെ പേരൊന്നും എനിക്ക് അറിയില്ല കേട്ടോ ശരിക്കും. പിന്നെ നമുക്ക് ഈ ഒരു പോട്ടോട് കൂടി തന്നെ ആയിരിക്കും കേട്ടോ അയച്ചു തരുക. പിന്നെ അടുത്തൊരു വെറൈറ്റി ഇതാണ് കേട്ടോ. ഇങ്ങനെ ഈ 2 വെറൈറ്റി ഉള്ളത് ഈ ഒരു പോട്ടിലുള്ള അതേ പ്ലാന്റ്സ് ആയിരിക്കും അയച്ചു തരിക. അപ്പോൾ വേണ്ടവർ പറയാട്ടോ. ഇത് ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്യാം കേട്ടോ, അടിപൊളിയാണ്. ഞങ്ങളിവിടെ ഹാങ്ങിങ് ബോട്ടിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. നല്ല രസമാട്ടോ കാണാൻ. പിന്നെ നമുക്ക് കാനാവാഴ ഉണ്ട് കേട്ടോ. അതിൻ്റെ കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. ഫ്ലവർ ഇല്ല, ചെടി നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് കേട്ടോ.
പിന്നെ നമ്മുടെ കയ്യിൽ കുറച്ച് റോസ് ഉണ്ട് കേട്ടോ. ഫസ്റ്റ് ഇതാണ് ഈ ഒരു മിനിയേച്ചർ ടൈപ്പ് റോസാണ് കേട്ടോ. നല്ല ഭംഗിയാണ് കാണാൻ. ഈ ഒരു റോസ് കളറുള്ള പൂവും നിറയെ പൂവുണ്ടാവും. നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുമാണ്. ഇത് ഓൺറൂട്ടർ പ്ലാന്റ് ആണ് കേട്ടോ. പിന്നെ നമുക്ക് ഇതേപോലെ തന്നെ കാശ്മീരി റോസും ഉണ്ട്. കാശ്മീരി അത് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ്. നമ്മൾ കുറച്ചൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് സെയിലായി കേട്ടോ, എന്നാലും കുറച്ചും കൂടി ഉണ്ട്. പിന്നെ അത് ഈ ഒരു മുല്ലപ്പൂ റോസ്, ഇങ്ങനെ 3 ടൈപ്പ് റോസാണ് കേട്ടോ നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ റോസ് ആവശ്യമുള്ളവർ പറഞ്ഞാൽ മതിയേ.